വീട് വലുതാണ് കാര്യങ്ങളൊക്കെ ആണെന്നെങ്കിലും ദ ഫാമിലി ഈസ് വെരി കണക്റ്റഡ്. ഭയങ്കര ബോണ്ടിങ് ആണ്. മേ ബി എനിക്ക് തോന്നുന്നു കൂടുതൽ നല്ല ശുദ്ധവായും ഓക്സിജൻ ഈ കണക്ഷൻ ഓഫ് നേച്ചറും കാര്യങ്ങളായിരിക്കാം. എല്ലാവരും ഫാമിലി ഭയങ്കര കണക്റ്റഡ് ആണ്. നമസ്കാരം, എൻ്റെ പേര് സരൺ. ഞാൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്. ബാംഗ്ലൂരാണ് ശരിക്കും ജോലി ചെയ്യണത്. പക്ഷേ ഇപ്പോൾ വർക്ക് ഫ്രം ഹോമാണ്. എൻ്റെ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ വളരെ ക്ലിയർ ആയിരുന്നു. വീട് പരമാവധി കേരള ട്രഡീഷണൽ സ്റ്റൈലിൽ വേണം, ബട്ട് മോഡേൺ അമ്യൂണിറ്റീസ് കുറയ്ക്കാൻ പറ്റില്ല. ബട്ട് അതൊരു കയറി നിൽക്കരുത്, ഒരു ട്രഡീഷണൽ ലുക്ക് തന്നെ എനിക്ക് വേണം. പിന്നത്തെ ഒരു മെയിനായിട്ട് പറഞ്ഞത് വീട്ടിലെ മരങ്ങളൊന്നും വെട്ടാൻ പറ്റില്ല. അത് എൻ്റെ ഒരു മസ്റ്റ് ആസ്ക് ആയിരുന്നു, റിക്വയർമെൻ്റ് ആയിരുന്നു ശരിക്കും. ഈ മാവിൻ്റെ ഇത് പറയുകയാണെങ്കിൽ ഇതൊരിക്കലും ഇതിനകത്തായിരുന്നില്ല. ഇനീഷ്യലി പഴയ വീടിൻ്റെ ബാക്കിലുള്ള മാവായിരുന്നു. വീട് കുറേ കൂടെ ഫ്രണ്ടിലായതുകൊണ്ട് നമുക്ക് മുറ്റം കുറവായതുകൊണ്ടാണ് വീട് കുറച്ചുകൂടെ ബാക്കിലോട്ട് ഇറക്കാം എന്നുള്ളൊരു ഐഡിയ പറഞ്ഞത്. അപ്പം അത് ഫ്ലോട്ട് ചെയ്തപ്പോൾ അർജുൻ്റെ ഒരു വിഷനിലാണ് മാവ് വീടിനകത്തായിട്ട് വന്നത്. പിന്നെ ഈ ഒരു ഏരിയ നമുക്ക് ഒരു പ്രയർ ഏരിയ വന്നപ്പോൾ മെയിനായിട്ട് അതിൻ്റെ ഒരു പോസിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഒന്ന് പുറത്തേക്ക് എനിക്കുമ്പോഴും കാണുമ്പോഴും ചുറ്റും നടക്കുമ്പോഴൊക്കെ ഭയങ്കര ഒരു കാംനെസ് ആണ്, ഒരു സ്റ്റിൽനെസ് എന്ന് വേണമെങ്കിൽ പറയാം. ഫാമിലിയിൽ എവറിബഡി ഈസ് ടുഗെദർ എന്നുള്ളൊരു ഫീലിംഗ് നമുക്ക് പെട്ടെന്ന് ഇവിടെ വരുമ്പോൾ കിട്ടും. ഇപ്പോൾ ഞാനിപ്പോൾ എനിക്ക് അത്യാവശ്യം യാത്രകളൊക്കെ ഉള്ള കൂട്ടത്തിലാണ്, കമ്പനിയുടെ കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ പുറത്ത് പോയാലും നമുക്കിവിടെ എത്തുന്ന വരെ ആ ഒരു ഇവിടെ വന്ന് കയറുമ്പോൾ ഉള്ളൊരു സന്തോഷം എന്ന് പറഞ്ഞത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. ഇറ്റ്സ് ലൈക്ക് ഐ മെറ്റ് പീസ്. അതൊരു ഭയങ്കര സമാധാനമുള്ളൊരു സംഭവമാണ്. അപ്പോൾ വീട്ടിൽ നമുക്ക് ഇത്രയും സമാധാനം കിട്ടുക എന്നുള്ളതാണ് എൻ്റെ രീതിയിൽ ഏറ്റവും വലിയ സംഭവം. അതും ഇതേപോലെ പ്രകൃതിയോട് കൂടുതൽ ഇണങ്ങി ഇങ്ങനൊരു വീട് വയ്ക്കാൻ പറ്റിയതിൽ ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ അതിന് അർജുൻ്റെ വലിയൊരു താങ്ക് യു. ഇതിങ്ങനെ ഇനീഷ്യൽ ഇങ്ങനെ വരുമോ എന്നുള്ളതൊക്കെ എനിക്ക് ഭയങ്കര ഡൗട്ട് ഉണ്ടായിരുന്നു. ബട്ട് ഇപ്പോൾ കൂടുതലൊന്നും പറയാനില്ല. നമ്മളെല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്.